സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ മൂകാംബായേ നമഃ. ഈ പറവൂർ പൊട്ടിങ്കൽ ഭദ്രകാളി ഭഗവതി ഈ പുണ്യനലത്തിൽ ഇന്നലെ മുതൽ ഈ ദിവസം ഉച്ചവരെ നടഞ്ഞത് ഗ്രഹാരാധനാപൂർവക നവചണ്ഡി യാഗമാണ്. ജീവിതത്തിൽ ഗ്രഹദോഷങ്ങൾ നിവൃത്തിയാവാൻ, പിന്നെ ത്രിഗുണാത്മികയായിട്ടുള്ള ചണ്ഡികാ ദുർഗെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അമംഗലങ്ങളും നിവൃത്തിയായിട്ട് മംഗളപ്രാപ്തിക്ക് വേണ്ടി ഈ ദേവാലയത്തിൻ്റെ ഭാരവാഹികൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഈ യാഗം സംഘടിച്ചതാണ്. ഇന്നലെ മുതൽ ഇതുവരെ എല്ലാ നിർവിഘ്നത്തിൽ ദേവി ഭദ്രകാളിയ അനുഗ്രഹത്തിൽ, മൂകാംബിക പൂർണ്ണ അനുഗ്രഹത്തിൽ ഈ യാഗം യശസ്വിയായിട്ടുണ്ട്, ഐശ്വര്യപൂർണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളും ഒരുപാട് മൗനത്തിൽ ഭക്തിയിൽ ഇറിഞ്ഞിട്ട് പങ്കെടുത്ത് ഈ യാഗത്തിൻ്റെ പുണ്യഫലം എടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്രവാസികൾക്ക് എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യം, അനുഗ്രഹം ദേവി അനുഗ്രഹിക്കൂ എന്ന ഒരു മനസ്സമാധാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൂകാംബിക അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മൾ രാഷ്ട്രത്തിൻ്റെ ഒരു ശക്തി എന്നാൽ ദേവാലയ അമ്പലങ്ങൾ, പിന്നെ യജ്ഞങ്ങളാണ്. യജ്ഞത്തിലാണ് ദേവതകൾ സന്തുഷ്ടരാവുന്നത്. ആ ദേവാലയ എന്നാൽ ഒരു ഭക്തി കേന്ദ്ര, ശ്രദ്ധാകേന്ദ്രമാണ്. ദേവാലയത്തിൽ ചെയ്യുന്ന പരിപാടികൾ വിധിവത്തായിട്ട് പോയാൽ നമുക്ക് നമ്മളെ ശക്തി എപ്പോഴും നമ്മളടുത്തുണ്ടാവും. അതിൽ ആ ധാർമ്മിക വിധിവിധാനങ്ങളിൽ കേടായാൽ, ഇല്ലെങ്കിൽ വ്യത്യസ്തമായാൽ, യജ്ഞങ്ങൾ കുറവായാൽ നമുക്ക് ശക്തി കുറവാകും. അങ്ങനെ ഈ വിധത്തിൽ ചെയ്ത യജ്ഞത്തിൽ എല്ലാ സംഘടകരായിട്ട് ചെയ്ത യജ്ഞത്തിൽ സംഘശക്തി കലവ് യുഗവും എന്നിട്ട് കലിയുഗത്തിൽ സംഘശക്തിയിൽ ശക്തി ജാസ്തിയാണ്. വേറെ ധർമ്മത്തിലല്ല. ഒരുപാട് ഫ്രൈഡേ ദിവസം എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ആ വിശ്വത്തിൽ ഒരു എനർജി ക്രിയേറ്റ് ആകും. അതേപോലെ ഇങ്ങനത്തെ സാമൂഹികമായിട്ട് ചെയ്ത യജ്ഞത്തിൽ എല്ലാവരും എടുത്ത സങ്കല്പം, അമ്മേ ഒരാൾ എടുക്കുന്ന സങ്കല്പം വേറെ, എല്ലാവരും ഒന്നിച്ച് ഒന്ന് മനസ്കരായിട്ട് എടുത്ത സങ്കല്പം വേറെ. അങ്ങനെ എല്ലാവരുടെ അഭീഷ്ടങ്ങൾ അനുഗ്രഹ പ്രധാനിയായിട്ടുള്ള ദേവി ചണ്ഡികാ ദുർഗെ എല്ലാവർക്കും സർവാഭീഷ്ടങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്നിട്ട് ഞാൻ അമ്മയടുത്ത് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും മംഗളം ദേവി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.